ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ലഞ്ച് റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പ്ലെയിൻ ബിരിയാണി റൈസും ഒരു സ്പെഷ്യൽ ചിക്കൻ ചുക്കയുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് വലിയ 4 സവാളയാണ്. അത് വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്, കാരണം ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി 2 മീഡിയം സൈസ് ടൊമാറ്റോ വേണം. അത് വലുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതി. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതിലേക്ക് വേണ്ടിയിട്ട് ജിഞ്ചർ കുറച്ച് കൂടുതൽ വേണം, വെളുത്തുള്ളി കുറച്ച് മതി. അത് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വേണം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്, ബോണോട് കൂടിയത്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം. 1 തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇതിലേക്ക് ചേർക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് റൈസിൻ്റെ കാര്യം നോക്കാം. ബിരിയാണി റൈസ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് ബസ്മതി റൈസാണ്. ഇത് അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഒരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു 4 ഏലക്ക, 5-6 ഗ്രാമ്പു, 1-2 കറുവാപ്പട്ട, ഒരു ബേ ലീഫ് ഇത്രയും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്ന കുറച്ച് പുതിനയിലയാണ്. ഇതെന്തായാലും ആഡ് ചെയ്യണം. ഇതുകൂടി ചേർത്തൊന്ന് ഇളക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ ബിരിയാണി മസാലയാണ്. ഈ മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന വെള്ളമാണ്. 3 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, അതാണ് അതിൻ്റെ ഒരു കണക്ക്. നമ്മൾ 2 കപ്പ് എടുത്തിരിക്കുന്നതുകൊണ്ട് 3 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. ഈ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരി തിളച്ചതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം. നമ്മളിവിടെ കറക്റ്റ് 10 മിനിറ്റാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അരിയിലെ വെള്ളമെല്ലാം വറ്റി നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട്. 1 സവാള ഫ്രൈ ചെയ്തതാണ്, അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 5-6 കാഷ്യൂനട്ട് ചേർക്കുന്നുണ്ട്. കുറച്ച് പുതിനയില ചേർക്കുന്നുണ്ട്. റൈസിന് ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടി 1 നുള്ളു മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ പാലിൽ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ നെയ്യാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കൂടി ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബിരിയാണി റൈസ് ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി ചിക്കൻ റെഡിയാക്കാം. ഒരു കടായിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇത് അടച്ചു വെച്ചൊരു 15 മിനിറ്റ് കുക്ക് ചെയ്യണം. നമ്മൾ ഈ ചിക്കനിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല, അടച്ചു വെച്ചാണ് വേവിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി ഇത് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ച് തന്നെ ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് കുക്ക് ചെയ്യണം. കാരണം ഈ കറി നമുക്ക് ഗ്രേവി ആയിട്ടല്ല വേണ്ടത്, നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് വരണം. ഇപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രേ ആവശ്യമുള്ളൂ. ചിക്കനൊക്കെ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള പ്ലെയിൻ ബിരിയാണി റൈസും ചിക്കൻ ചുക്കയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് സല്ലാസ് എടുത്തിട്ടുണ്ട്. ഈ സല്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളി സാലഡ് എന്ന് പറയും. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല, അത് മറ്റൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഞങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്